ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രീം കേക്കാണ്. നമ്മൾ സാധാരണ ഓവൻ ഇല്ലാതെ ചെയ്യുന്ന സമയത്ത് സോസ് പാനിലോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് പ്രഷർ കുക്കറിലോ മറ്റോ ഇറക്കി വെച്ചിട്ടൊക്കെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോസ് പാന് പലരുടെ കയ്യിലും ഉണ്ടാവില്ല, പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡും അങ്ങനെ എല്ലാവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ക്രീം കേക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ കേക്ക് നമ്മൾ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അധിക പേരുടെ വീട്ടിലും ഫ്രൈ പാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ പാനിലും ക്രീം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം പൗഡറിൽ നിന്നും ഇലക്ട്രിക് ബീറ്റർ ഒന്നും ഇല്ലാതെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സിമ്പിളായിട്ടുള്ള കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്നാണോ എന്ന് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നല്ല, അത് രണ്ടും രണ്ട് തന്നെയാണ്. ബേക്കിംഗ് പൗഡർ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് അപ്പസോഡ, അപ്പക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടില്ലേ, അതാണ് കേട്ടോ ബേക്കിംഗ് സോഡ. അപ്പോൾ ഈ കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ, ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡർ എത്താനും പിന്നെ ഇതിലുള്ള കട്ടയൊക്കെ ഒന്ന് പോയിട്ട് നമ്മുടെ പൊടി നല്ല നൈസായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെയാണ് നമ്മുടെ കേക്കിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഈ ബേക്കിംഗ് പൗഡറൊക്കെ ഈ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിയാലാണ് നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കിത് 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്തിട്ട് നമ്മളിവിടെ 3 തവണ നന്നായിട്ട് ഇടഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മൾ എടുക്കുന്ന പഞ്ചസാരയാണ് എടുക്കുന്നത്. നമ്മളെപ്പോഴും കേക്കിലേക്ക് പഞ്ചസാര പൊടിച്ചതാണല്ലോ എടുക്കുന്നത്. നമ്മൾ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുക്കാം കേട്ടോ. ഇത് പൊടിച്ച് വരുമ്പോഴേക്കും 1/4 കപ്പോളം പഞ്ചസാര പൊടിച്ചതുണ്ടാവും. നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. ബട്ടർ ആണെങ്കിൽ ഒരു 25 ഗ്രാം ബട്ടർ മതിയാകും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇപ്പോൾ കോഴിമുട്ടയാണെങ്കിലും ബട്ടറൊക്കെ ആണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും അത് പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ. ഇപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് കോഴിമുട്ടയും ഓയിലും വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് നേരം അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം 1 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും കോഴിമുട്ടയും വാനില എസൻസും ഓയിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ളൊരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ ഇളക്കാതെ ഒരേ ഡയറക്ഷനിൽ മാത്രം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ആ കോഴിമുട്ടയിലുള്ള ബബിൾസ് ഒക്കെ പോയിട്ട്
ഇത് അത്ര ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ കേക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കരുതെന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാൽ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ 1/2 കപ്പ് പാൽ മുഴുവനായിട്ട് ചേർക്കുമ്പോഴേക്കും നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമുക്ക് 3 ഈക്വൽ പോർഷൻസ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള 3 ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഈക്വൽ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഫ്രൈ പാനിൽ കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുക്കാം. ഒരുപാട് ഓയിൽ തടവരുത്, വളരെ കുറച്ച് മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു ബൗളിലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വെരി ലോ ഫ്ലെയിമിൽ 3 മുതൽ 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അത്ര സമയം മാത്രം മതി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ കേക്ക് റെഡിയാക്കി എടുക്കാം. ഇത് അത്ര വലിയ തിക്നെസ് ഉള്ള കേക്ക് അല്ലല്ലോ, അതുകൊണ്ടാണ് ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയുന്നത്. ഏകദേശം 4 മിനിറ്റ് ആയപ്പോഴേക്കും ഈ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ഇനി ഈ പാനിൽ ഈ കേക്ക് ഉണ്ടാക്കിയതിൽ കുറച്ചൊരു പൊടിയൊക്കെ ഉണ്ടാവും. അത് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചിട്ട് ആ ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. വീണ്ടും ഓയിലിൽ മുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഉള്ള ബ്രഷിലുള്ള ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ബൗളിലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 3 കേക്കും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 3 കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇത് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് എടുക്കണം. ഇതിലൊരു കേക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, കാരണം അത്രത്തോളം സോഫ്റ്റാണ്. പിന്നെ അത്ര തിക്കായിട്ടുള്ള കേക്ക് അല്ലല്ലോ. അപ്പോൾ അത് എടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ അത് പാനിൽ നിന്ന് മാറ്റുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ഇത് മാറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ കറിയൊക്കെ വിളമ്പുന്ന സ്റ്റീലിൻ്റെ ബൗൾ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ഈ 3 കേക്കിൻ്റെ മുകളിലും അത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ കേക്ക് 3 കേക്കും ഒരേ ഷേപ്പിലാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ കേക്കിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ക്രീം മാത്രം മതി. ഇപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഷുഗർ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ നമ്മൾ മുൻപ് ചെയ്ത പോലെ വിപ്പിംഗ് ക്രീം പൗഡറിൽ നിന്നും വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തല്ലോ, അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിളിൻ്റെ പുറത്ത് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കാം. നമ്മൾ എപ്പോഴും ഐസിങ് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ പുറത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇതിനുള്ളിലേക്ക് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ടൊന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ ഐസിങ് ബാഗിലാണ് ക്രീം ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് 5 രൂപ വിലയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം.
ഈ ഐസിങ് ബാഗിന് വെറും 5 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വെറുതെ ഒന്ന് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ക്രീമാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോസിലൊന്നും ഇല്ലാത്തവർക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെച്ചിട്ട് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തിയിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. അതിന് മുകളിൽ ക്രീം, അങ്ങനെ 3 ലെയറും വെച്ച് കൊടുക്കാം. ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഐസിങ് ബാഗ് കൊണ്ട് തന്നെ ചെറിയ ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നോസിൽ ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നോസിൽ ഇല്ലാതെയും ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഓരോ ചെറി കൂടെ വെച്ച് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കി മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരുപാട് സമയം വേണ്ട. ഫ്രൈ പാൻ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഫ്രൈ പാനിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ സോസ് പാനിൻ്റെ ആവശ്യമില്ല. കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് വേണ്ട, ഓവനും ബീറ്ററും ഒന്നും വേണ്ട. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ബീറ്റർ എടുത്തിട്ടുള്ളത്. നമ്മൾ മുൻപ് ചെയ്ത മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് ഇനി കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഈസിയാണല്ലേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അത് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.